നമസ്കാരം ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. മൈ നെയിം ഈസ് നിത്യ. നിങ്ങൾക്ക് ഈ ലവ് ട്രയാങ്കിൾ വരുന്ന കെ ഡ്രാമാസ് ഒക്കെ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണോ? ഞാൻ പറയുകയാണെങ്കിൽ ഒട്ടുമിക്ക കെ ഡ്രാമാസിലും ഈ ഒരു ലവ് ട്രയാങ്കിൾ വരുന്നുണ്ട്. പക്ഷെ ഒന്നുകൂടി ക്രേസി ആയിട്ട്, അല്ലെങ്കിൽ രണ്ട് ആക്ടേഴ്സും നടീന്റെ ആ ഒരു ലവ് കിട്ടാൻ വേണ്ടിയിട്ട് കോമ്പറ്റീഷൻ നടത്തുക, അല്ലെങ്കിൽ ആര് വിജയിക്കുന്ന പോലും നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുക. പക്ഷെ ചില ഡ്രാമകൾ കണ്ടാലുണ്ടല്ലോ, നമുക്ക് ആക്ടറിനെ കാട്ടി നമുക്ക് സെക്കൻഡ് ലീഡ് സിൻഡ്രോം ആയിരിക്കും കൂടുതൽ ഇഷ്ടം വരുന്നത് അല്ലേ. അവർക്ക് ഈ ഒരു നടീനെ കിട്ടാണ്ടാവുമ്പോൾ നമുക്ക് അവരോട് കുറച്ച് സങ്കടവും, അല്ലെങ്കിൽ എനിക്ക് അവനെ പോലുള്ളൊരു ആളെങ്കിലും എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും അല്ലേ, നമ്മൾ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ കാണുകയാണെങ്കിൽ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ലവ് ട്രയാങ്കിൾ വെറുതെ ലവ് ട്രയാങ്കിൾ അല്ല, ക്രേസി ആയിട്ടുള്ള ലവ് ട്രയാങ്കിൾ വരുന്ന നല്ല ബെസ്റ്റ് ആയിട്ടുള്ള കെ ഡ്രാമാസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ എങ്ങനെ നമ്മുടെ വീഡിയോയിലോട്ട് പോവല്ലേ? ഫസ്റ്റ് ഡ്രാമയാണ് 2020 റിലീസ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പ്. ഈ ഡ്രാമയിലുണ്ടല്ലോ ഭയങ്കര ക്രേസി ആയിട്ടുള്ള ലവ് ട്രയാങ്കിൾ ആണ് കേട്ടോ ഉള്ളത്. നമുക്ക് നമ്മുടെ സെക്കൻഡ് ലീഡിനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഇവൻ എന്നാ ലുക്ക്, അല്ലെങ്കിൽ ഇവൻ ആ നടീനെ കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകട്ടെ. ലാസ്റ്റ് ഒക്കെ കാണുമ്പോൾ നമുക്ക് അവനോടായിരിക്കും നമുക്ക് കൂടുതൽ ഫീലിങ്സ് വരുന്നത്, അല്ലെങ്കിൽ അവന്റെ സങ്കടം കാണുമ്പോഴായിരിക്കും നമ്മൾ ഒന്നുകൂടി ഇമോഷണൽ ആവുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു ക്യാരക്ടർ അഭിനയിച്ചേക്കുന്നത് കിം സിയോൻ ഹോ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറാണ് കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന്റെ കരിയറിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാരക്ടർ തന്നെയാണ് ഈ ഒരു സ്റ്റാർട്ടപ്പിൽ അദ്ദേഹം ആക്ട് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോ അവിടെ നിന്നാണ് അദ്ദേഹത്തിന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. കാരണം അവിടെ നിന്നായിരിക്കും കൂടുതൽ ആളുകളും അദ്ദേഹത്തിനെ അറിയാൻ തുടങ്ങുന്നത് കേട്ടോ. അപ്പൊ ഇപ്പൊ അദ്ദേഹം വെൻ ലൈഫ് ഗിവ് യു ടാൻജറൈൻസ് എന്ന് പറയുന്ന അയ്യുവിന്റെ കെ ഡ്രാമ ഉണ്ടല്ലോ, അതിലാണ് അദ്ദേഹം ഇപ്പൊ അഭിനയിച്ചേക്കുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുവരെയുള്ള കെ ഡ്രാമസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നല്ല ക്യാരക്ടേഴ്സ് തന്നെയാണ് അദ്ദേഹം ആക്ട് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിലും നല്ലൊരു ക്യാരക്ടർ തന്നെയാണ് അദ്ദേഹം ആക്ട് ചെയ്തേക്കുന്നത്. കൂടെ അഭിനയിച്ചേക്കുന്നത് ബേസൂസിയും നാം ജു ഹ്യൂക്ക് എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറും ആക്ട്രസും ആണ്. അപ്പൊ ഇവരുടെ ആ ഒരു ഫീലിങ്സ്, അല്ലെങ്കിൽ ഇവര് തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി ഒക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. അപ്പൊ ഇതില് ക്രേസി ആയിട്ടുള്ള ലവ് ട്രയാങ്കിൾ ആണ് ഉള്ളത്. അപ്പോ അത് ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ കേട്ടോ, ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഇതില് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ആക്ടറിനെ ആയിരിക്കും നമ്മൾ കൂടുതലായിട്ട് ഇഷ്ടമാകുന്നത് കേട്ടോ. ഇതിൽ ടോട്ടലായിട്ട് 16 എപ്പിസോഡ്സ് ആണുള്ളത്. ഇത് നല്ല യൂത്തന്മാരുടെ ഒരു സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ പറയുന്നത്. ഈ 3 മെയിൻ ലീഡ്സും അവർക്ക് കിട്ടിയുള്ള ക്യാരക്ടർ അവർ നന്നായിട്ട് തന്നെ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. ഈ സെക്കൻഡ് ഡ്രാമ നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം അറിയുന്ന ഡ്രാമയാണ് കേട്ടോ. 2009 റിലീസ് ആയിട്ടുള്ള ലീ മിൻ ഹോന്റെ ബോയ്സ് ഓവർ ഫ്ലവേഴ്സ്. ലവ് ട്രയാങ്കിൾ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കെ ഡ്രാമയാണ് ബോയ്സ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. കാരണം ഇതിൽ നമ്മുടെ നടിയായിട്ട് അഭിനയിച്ചേക്കുന്നത് കോഹിയസാൻ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസ് ആണ് കേട്ടോ. ആ ഒരു ആക്ട്രസ് ഉണ്ടല്ലോ, നമ്മുടെ ആദ്യം ഇഷ്ടപ്പെടുന്നത് നമ്മുടെ സെക്കൻഡ് ലീഡിനെയാണ് കേട്ടോ. സെക്കൻഡ് ലീഡായിട്ട് അഭിനയിച്ചേക്കുന്നത് കിം ഹ്യൂൺ ജോങ് എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടർ ആണ് കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന്റെ ക്യാരക്ടറിനോടാണ് നമ്മുടെ നടിക്ക് ആദ്യം ഒരു ഫീലിങ്സ് ഒക്കെ വരുന്നത്. പക്ഷെ പിന്നീടാണ് സ്ലോലി ആ ഒരു ഫീലിങ്സ് പോയിട്ട് നമ്മുടെ കഥയിലെ നായകനോടൊരു ഇഷ്ടം വരുന്നത്. അപ്പൊ നമ്മുടെ കഥയിലെ നായകനായിട്ട് അഭിനയിച്ചേക്കുന്നത് ലീ മിൻ ഹോ ആണ്. അദ്ദേഹത്തിന് ഇതുവരെയുള്ള ഡ്രാമയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡ്രാമയാണ് കേട്ടോ ബോയ്സ് ഓഫ് ഫ്ലവേഴ്സ്. അപ്പൊ ഇതിൽ ഇവരുടെ 3 പേരുടെ ആക്ടിങ് ഒക്കെ ആണ് മെയിൻ ആയിട്ട് എടുത്ത് പറയേണ്ടത് കേട്ടോ. നല്ല ലവ് ട്രയാങ്കിൾ ആണുള്ളത്. ഞാൻ പറഞ്ഞ പോലെ ആദ്യം സെക്കൻഡ് ലീഡ് ക്യാരക്ടറിനെ ഇഷ്ടപ്പെട്ടിട്ട് പിന്നീടാണ് നമ്മുടെ കഥയിലെ നായകനോട് അവൾക്ക് ഒരു ഇഷ്ടം വരുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഈ സെക്കൻഡ് ലീഡ് ക്യാരക്ടറോട് നമുക്ക് ചെറിയൊരു സങ്കടമൊക്കെ തോന്നും. അവനെ കിട്ടിയില്ലല്ലോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും. പക്ഷെ എന്ത് ചെയ്യാനാ, നായകനെയല്ലേ ഇഷ്ടപ്പെടുത്തുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ ഒരു കഥയാണ് ഈ ഡ്രാമയിൽ പറയുന്നത്. അപ്പൊ ആ ഒരു ഇമോഷൻ പതുക്കെ പോകുന്നതും, അല്ലെങ്കിൽ ഇവിടേക്ക് ഒരു ഫീലിങ്സ് വരുന്നതും ഒക്കെ ഇവര് നന്നായിട്ട് തന്നെ ഇതില് മേക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിൽ ഈ കെ ഡ്രാമാസിലൊക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഓരോ ഇമോഷൻസ് ഇവര് നന്നായിട്ട് തന്നെ കൺവേ ചെയ്യും കേട്ടോ. കാരണം ഇയാളോട് നമുക്കൊരു ഇമോഷൻസ് വരുന്നതും, പക്ഷെ എന്തുകൊണ്ടാണ് ഇയാളോട് ആ ഒരു ഫീലിങ്സ് പോകുന്നത്, എന്ത് കാരണം കൊണ്ടാണ് എന്നൊക്കെ ഇതിൽ നന്നായിട്ട് തന്നെ ഇവര് സ്ലോലി ആയിട്ട് നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരും കേട്ടോ. അതുകൊണ്ടാണ് ഈ സ്റ്റോറീസ് എല്ലാം നമുക്ക് ഭയങ്കര ഫീലിംഗ് ആയിട്ട് തോന്നുന്നത്, റിയൽ ആയിട്ട് തോന്നുന്നതും ഒക്കെ കേട്ടോ. ഇതിലും അതന്നെയാണ് പറയുന്നത്. ആ ഒരു ഇമോഷൻസ് ഒക്കെ ഇത് നന്നായിട്ട് തന്നെ കൺവേ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു സ്കൂൾ ഡ്രാമയാണ്. അതേപോലെ തന്നെ വേറെ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഈ ഡ്രാമയിൽ ഫോളോ ചെയ്യുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ കണ്ടു തന്നെ അറിയണം കേട്ടോ. ടോട്ടലായിട്ട് ഇതിൽ 25 എപ്പിസോഡ്സ് ആണ് ഉള്ളത്.
ഇനി മൂന്നാമത്തെ ഡ്രാമയാണ് 2013 റിലീസ് ആയിട്ടുള്ള ഹെയേഴ്സ്. ഈ ഡ്രാമയിൽ നമ്മുടെ ലീ മിൻ ഹോ ആണ് അഭിനയിച്ചേക്കുന്നത് കേട്ടോ. എനിക്ക് ഇന്നലെ കെ ഡ്രാമാസ് കാണുന്ന ഒരു ടൈമിൽ എനിക്ക് ലീ മിൻ ഹോ ആയിരുന്നു എന്റെ ഫസ്റ്റ് ക്രഷ് എന്ന് പറയുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ഈ ഡ്രാമകളൊക്കെ ആണല്ലോ ഞാൻ കണ്ടുവരുന്നത്. ആ ഒരു ടൈമിൽ നമുക്ക് ഈ ലവ് ട്രയാങ്കിളൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമാണല്ലേ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു ടൈമിൽ എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് എന്തോ കണ്ട് മടുത്തു തുടങ്ങി. പക്ഷെ എന്നാലും ഓരോ കൺസെപ്റ്റാണ് അവര് ഓരോ ഡ്രാമയിൽ അവർ മേക്ക് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ കാണാനായിട്ട് ഓരോ ക്യൂരിയോസിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നത്, എനിക്ക് ഫസ്റ്റ് ടൈം എനിക്ക് ഡ്രാമാസ് ഒക്കെ കാണുന്ന ടൈമിൽ എനിക്ക് ലീ മിൻ ഹോ ആയിരുന്നു ഇഷ്ടം. ബോയ്സ് ഓഫ് ഫ്ലവേഴ്സ്, ഈ ഹെയേഴ്സ്, ഇതും ഒരു സ്കൂൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡ്രാമയാണ്. ലവ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞ ക്രേസി ആയിട്ടുള്ള ലവ് ട്രയാങ്കിൾ ആണ് കേട്ടോ. കാരണം നമ്മുടെ നടന്റെ അതേ ഫീലിങ്സ് നമുക്ക് സെക്കൻഡ് ലീഡ് ക്യാരക്ടറോട് നമുക്ക് തോന്നും. കാരണം ഇതില് സെക്കൻഡ് ലീഡായിട്ട് അഭിനയിക്കുന്നത് കിം ബൂ ബിൻ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടർ ആണ് കേട്ടോ. പിന്നെ ആക്ട്രസിനെ പറയുകയാണെങ്കിൽ പാർക്ക് ഷിൻ ഹെ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസും ആണ് ഇതിൽ അഭിനയിച്ചേക്കുന്നത്. ഈ നടിയോട് നമ്മുടെ മെയിൻ ആക്ടറിനും സെക്കൻഡ് ആക്ടറിനും എന്ത് ചെയ്യുന്നുണ്ട്, ഒരേ ഫീലിങ്സ് തന്നെയാണ് വരുന്നത്. പക്ഷെ നമ്മുടെ നടിക്ക് ഓൾറെഡി നമ്മുടെ നടനോട് മുന്നേ, ഇവനെ കാണുന്നതിന് മുന്നേ ഒരു ഇഷ്ടം വന്നുകൊണ്ട് ആ ഒരു ഇഷ്ടം പോകുന്നില്ല. ഓക്കെ, പക്ഷെ നമുക്ക് സെക്കൻഡ് ലീഡ് ക്യാരക്ടറിന്റെ ആ ഒരു ഫീലിങ്സ്, അദ്ദേഹം ആ ഒരു ലവ് എക്സ്പ്രസ് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഇവരോടൊരു ഇഷ്ടം വരും കേട്ടോ. ഇതിലും ഭയങ്കര രസമാണ് ലവ് ട്രയാങ്കിളും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് കേട്ടോ. കാരണം കോമ്പറ്റീഷൻ ആണ്. ഇതിൽ ആര് വിജയിക്കുമെന്നാണ് നമ്മൾ ഈ കണ്ടോണ്ടിരിക്കുന്നത്. ആരുടെ ഫീലിങ്സ് ആയിരിക്കും ഹയസ്റ്റ്, അല്ലെങ്കിൽ ആരായിരിക്കും ഇവളോട് യെസ് പറയുന്നത് എന്നുള്ള ഒരു ഇതിലാണ്, എന്നൊരു ക്യൂരിയോസിറ്റിയിലായിരിക്കും നമ്മൾ ഈ ഡ്രാമ കാണുന്നത് കേട്ടോ. പക്ഷെ നമുക്ക് സെക്കൻഡ് ഹീറോനോട് ഒരു ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നുകയും ചെയ്യും. അദ്ദേഹത്തിനോട് ലാസ്റ്റ് നമുക്കൊരു സാഡ്നെസ്സും തോന്നും കേട്ടോ. അപ്പൊ അങ്ങനെയാണ് ഇതിൽ മേക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ ഇവരുടെയും ക്യാരക്ടേഴ്സ് കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ആ ഒരു ടൈമിലുണ്ടല്ലോ ഞാനിത് 2-3 തവണയൊക്കെ ഇരുന്ന് കാണുന്നുണ്ടായിരിക്കും ഓരോ സീനുകളും. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ കാണാനായിട്ട് കേട്ടോ. ഇതിൽ ടോട്ടലായിട്ട് 20 എപ്പിസോഡ്സ് ആണുള്ളത്. ഇതിലും ഒരുപാട് സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഉണ്ടല്ലോ ഇതിൽ ഒരുപാട് പോപ്പുലർ ആക്ടേഴ്സ് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഇപ്പൊ ഈ ഡ്രാമ കണ്ടിരുന്നു എന്ന് നോക്കി നോക്കിയേ. ഇപ്പൊ ഫേമസ് ആയിട്ടുള്ള ആക്ടേഴ്സ് അന്ന് എന്താണ് ഒക്കെ സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് ആയിരുന്നു കേട്ടോ. അപ്പൊ ആ സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ആക്ടേഴ്സും ഒക്കെ ഇപ്പോ ഫേമസ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആയി. അപ്പൊ അവരുടെയൊക്കെ കരിയറിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡ്രാമയാണ് ഈ ഹെയേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡ്രാമ നിങ്ങൾ എന്തായാലും കണ്ടേ പറ്റൂ കേട്ടോ. കാരണം കെ ഡ്രാമ ലവേഴ്സ് എല്ലാവരും കണ്ടിരിക്കേണ്ട മസ്റ്റ് വാച്ച് ആയിട്ടുള്ള ഒരു ഡ്രാമയാണ് ദ ഹെയേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഫോർത്ത് ഡ്രാമയാണ് 2020 റിലീസ് ആയിട്ടുള്ള ട്രൂ ബ്യൂട്ടി. ഈ ട്രൂ ബ്യൂട്ടി ഏകദേശം ദ ഹെയേഴ്സിന്റെ ഒരു സിമിലാരിറ്റി ഉണ്ട് കേട്ടോ. കാരണം അതിപ്പോ ഇറങ്ങിയ ഒരു ഡ്രാമ ആയതുകൊണ്ട് ഞാൻ ആ ഒരു ടൈമിൽ ഉണ്ടല്ലോ, കാരണം നമുക്ക് ഈ ഓൺ ഗോയിങ് ആവുമ്പോൾ അപ്പപ്പോ ഓരോ എപ്പിസോഡ് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ ഈ റീൽസ് വന്നുകൊണ്ടിരിക്കുമല്ലോ. കാരണം സ്പോയിലർ ആണ് അത്. പക്ഷെ ആ ഒരു റീൽസ് ഒക്കെ കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു ഡ്രാമ പെട്ടെന്ന് കണ്ടത് കേട്ടോ. ആ ഓൺ ഗോയിങ് ടൈമിൽ ആ ഒരു ചൂടോടെയാണ് ഞാൻ ഈ ഒരു ഡ്രാമ കണ്ടിട്ടുള്ളത്. ആ ടൈമിലുണ്ടല്ലോ നടിയുടെ കൂടെ ഈ ഒരു ഫസ്റ്റ് മെയിൻ ആക്ടറും സെക്കൻഡ് ക്യാരക്ടറും കോമ്പറ്റീഷൻ ആണ്. ആര് വിജയിക്കും എന്നുള്ള പോലെ ഒരു കോമ്പറ്റീഷൻ ആണ് ഇതിലും ലവ് ട്രയാങ്കിൾ അവർ മേക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. ഒരേപോലെ തന്നെ ഹെയേഴ്സിന്റെ ആ ഒരേപോലെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഒരാളാണെങ്കിൽ ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നമ്മുടെ കഥയിലെ നായകൻ. അത് ചായിൻബു എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറാണ് ആക്ട് ചെയ്തേക്കുന്നത്. സെക്കൻഡ് ലീഡ് ആണെങ്കിൽ ക്വാങ് യോപ്പ് എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറും കേട്ടോ. നമ്മുടെ ഫീമെയിൽ ലീഡ് ആണെങ്കിൽ മൂഗായോങ് എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസും. അപ്പൊ ഇവര് തമ്മിലുള്ള ഒരു ക്യാരക്ടർ, ഇവര് തമ്മിലുള്ള ഒരു കെമിസ്ട്രി, ഇവരുടെ ബോണ്ടിങ് ഒക്കെയാണ് ഈ ഒരു ഡ്രാമയിൽ മേക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പൊ ഏകദേശം സിമിലർ ആയിട്ട് എനിക്ക് ഹെയേഴ്സ് പോലെ തോന്നി. പക്ഷെ ഒന്നുകൂടി ഫൺ ആൻഡ് എന്റർടൈൻമെന്റ് ആയിട്ടാണ് ഈ ഒരു ഡ്രാമ മേക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ ഇരുന്ന് കണ്ടാലും നമുക്ക് ഭയങ്കര രസത്തോട് നമ്മൾ ഇരുന്ന് കണ്ടുപോകട്ടെ ഈ ഒരു ഡ്രാമ. ഇതിലും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇതില് ഫാൻ ബേസ് രണ്ടുപേർക്കും സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ട് കേട്ടോ. നമ്മുടെ ചായിൻബൂനും ഹ്വാങ് യോപ്പ് എന്ന് പറയുന്ന ആക്ടറിനും രണ്ടുപേർക്കും സെപ്പറേറ്റ് ഫാൻ ബേസ് ആണുള്ളത്. അപ്പൊ ഇതിലും ഉണ്ടല്ലോ നമുക്ക് നമ്മുടെ കഥയിലെ നായകനെയാണ് ഫസ്റ്റ് ഇഷ്ടപ്പെടുന്നത് കേട്ടോ. പിന്നീടാണല്ലോ നമ്മുടെ സെക്കൻഡ് ഹീറോനൊക്കെ മീറ്റ് ആക്കുന്നത്. പക്ഷെ ഇവർ രണ്ടുപേരുടെ ഫീലിങ്സ് കാണുമ്പോൾ നമുക്ക് ആരെ സെലക്ട് ആക്കുന്നത് നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ വരും കേട്ടോ. അപ്പൊ ഇതിൽ എനിക്ക് മെയിൻ ആയിട്ട് എനിക്ക് സെക്കൻഡ് ഹീറോനാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടമായത് കേട്ടോ. അപ്പൊ ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് സെക്കൻഡ് ഹീറോനെ അവൾക്ക് ഇഷ്ടമാന്ന് പറഞ്ഞുകൂടായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വേറൊരു രീതിയിലാണല്ലോ നമുക്ക് നമ്മുടെ നടനോടൊരു ഇഷ്ടം തോന്നുന്നത്. പക്ഷെ എന്തുകൊണ്ടും ഒരേ വൈബൊക്കെ ഉള്ളത് ഇതിൽ സെക്കൻഡ് ഹീറോനെയാണ് നമുക്ക് തോന്നുന്നത്. നമുക്ക് കൂടുതലായിട്ട് ഇഷ്ടമാവുന്നത് സെക്കൻഡ് ഹീറോനോടാണ്. പക്ഷെ ചിലവർക്ക് ഫസ്റ്റ് ഹീറോനോടാണ് കേട്ടോ. എനിക്കിത് രണ്ടുപേരെ ഇഷ്ടമാണ്. പക്ഷെ ഒന്നുകൂടി എനിക്ക് എന്താണെന്ന് അറിയില്ല, സെക്കൻഡ് ഹീറോനെയാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടമായത് കേട്ടോ. മൂന്ന് പേര് അവർക്ക് കിട്ടിയുള്ള ക്യാരക്ടേഴ്സ് അവർ നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. ലവ് ട്രയാങ്കിൾ ആണ് മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ടത് കേട്ടോ. അപ്പൊ ഇങ്ങനെ ലവ് ട്രയാങ്കിൾ കാണാനായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ ഡ്രാമ മസ്റ്റ് വാച്ച് ആണ് കേട്ടോ. ടോട്ടലായിട്ട് ഇതിൽ 16 എപ്പിസോഡ്സ് ആണ് ഉള്ളത്.
ലാസ്റ്റ് ഡ്രാമയാണ് ഹ്വാറങ്. 2016 റിലീസ് ആയിട്ടുള്ള നല്ലൊരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഡ്രാമയാണ് കേട്ടോ ഹ്വാറങ്. ഇതിലും ഭയങ്കര രസമാണ് ലവ് ട്രയാങ്കിൾ കാണാനായിട്ട്. ഞാൻ ഈ മെയിൻ ആയിട്ട് പറയാനുള്ള കാരണം എന്താണെന്നറിയോ, എല്ലാ ഡ്രാമയിലും ലവ് ട്രയാങ്കിൾസ് ഉണ്ട്. പക്ഷേ ഞാനിപ്പോ ഈ സെലക്ട് ചെയ്ത ഡ്രാമകളിൽ ഉണ്ടല്ലോ, നടനെ പോലെ തന്നെ ഒരേ ഇമ്പോർട്ടൻസ് ആയിരിക്കും സെക്കൻഡ് ഹീറോനും. അതായത് ഈ നടനെടുക്കുന്ന അതേ എഫേർട്ട് തന്നെ സെക്കൻഡ് ഹീറോ എടുക്കുന്നുണ്ട്. എന്തിന്? ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അല്ലാതെ വേറെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നതിൽ ഒരേ എഫേർട്ടാണ് ഈ രണ്ടുപേരും എടുക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇത് ക്രേസി ആയിട്ടുള്ള ലവ് ട്രയാങ്കിൾ എന്ന് ഞാൻ പറയാനുള്ള കാരണം കേട്ടോ. അപ്പൊ ഈ ഡ്രാമയില് പാക് സ്യോജു ആണ് മെയിൻ ലീഡ്. സെക്കൻഡ് ലീഡ് പാക് ഹ്യോൻ സിക് ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ഇപ്പോഴത്തെ രണ്ട് ബെസ്റ്റ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആണ്. അപ്പൊ അവർ ആ ഒരു ടൈമിൽ അഭിനയിച്ചേക്കുന്നത് ഇതിൽ രണ്ടുപേർക്കും ഒരേ ഇമ്പോർട്ടൻസ് ആണ്. നമ്മുടെ ഫീമെയിൽ ലീഡ് ആണെങ്കിൽ ഗുവാറ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസ് ആണ് കേട്ടോ. അപ്പൊ ഇവരിൽ 3 പേരുടെയും ആ ഒരു കെമിസ്ട്രി ഭയങ്കര രസമാണ്. അതായത് ഫൈറ്റിംഗ് ആണ്. ഞാനാണ് അവളോട് എക്സ്പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ അവൾ എന്നോട് ഇഷ്ടമാണെന്ന് പറയും എന്നൊക്കെ പറഞ്ഞിട്ട് ഫൈറ്റിംഗ് ആണ് ഇതിൽ നടക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയാണ് ഇതിൽ ലവ് ട്രയാങ്കിൾ അവർ മേക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതിലും പറഞ്ഞിട്ട് കാര്യമില്ല, ഫീമെയിൽ ലീഡ് ആദ്യം മീറ്റ് ആക്കുന്നത് നമ്മുടെ കഥയിലെ നായകനെയാണ്. അതുകൊണ്ട് അവനോടാണ് ഫസ്റ്റ് ടൈം അവനോടെ അവൾക്കൊരു ഇഷ്ടം വന്നു കഴിഞ്ഞു. പിന്നീടാണ് നമ്മുടെ സെക്കൻഡ് ലീഡിനെയൊക്കെ മീറ്റ് ആക്കുന്നത് കേട്ടോ. പക്ഷെ ആ ഒരു ഇഷ്ടം പിന്നീട് പോകത്തില്ലല്ലോ. അവരോട് ഭയങ്കര ഇഷ്ടമായിട്ടോ. പക്ഷെ ഇവരുണ്ടല്ലോ, എന്തുകൊണ്ടാണ് ഇവരോട് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്നുള്ള ആ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻസ് ഒക്കെ ഇവർ നന്നായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും, നമ്മൾ ആ ഒരു ഇതിൽ പോവുകയും ചെയ്യും. പക്ഷെ ഇതിലും എനിക്ക് പാക് ഹ്യോൻ സിക്കിനോട് ഒരു സങ്കടമൊക്കെ തോന്നി. ലാസ്റ്റൊക്കെ ആയപ്പോൾ നല്ലൊരു സാഡ്നെസ് എനിക്ക് അദ്ദേഹത്തിനോട് തോന്നിയിട്ട്. ഇവരൊക്കെ കരയുന്ന കാണണം. നടിന് കിട്ടിയില്ലെങ്കിൽ അവർ ആ ഒരു റിജക്റ്റ് ആയതിന്റെ ആ ഒരു സങ്കടം കാണിക്കുമ്പോൾ തന്നെ നമുക്ക് സങ്കടം വരും. ഷോ ഇങ്ങനെയൊക്കെ ഒരു ചെക്കനെ നമുക്കും കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ച് പോകും കേട്ടോ. അപ്പൊ അങ്ങനെയാണ് ഇതിലൊക്കെ മേക്ക് ചെയ്തേക്കുന്നത്. നടിക്ക് വേണ്ടിയിട്ട് 2 ആക്ടേഴ്സും ഫൈറ്റ് ആക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിലും നല്ലൊരു സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ ഫോളോ ചെയ്യുന്നത്. നല്ലൊരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഡ്രാമയാണ് ഹ്വാറങ് എന്ന് പറയുന്നത് കേട്ടോ. ടോട്ടലായിട്ട് 20 എപ്പിസോഡ്സ് ആണ് ഉള്ളത്. അപ്പൊ ഇത്രയും ക്രേസി ആയിട്ടുള്ള ലവ് ട്രയാങ്കിൾ വരുന്ന ബെസ്റ്റ് ആയിട്ടുള്ള കെ ഡ്രാമാസ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് സജസ്റ്റ് ചെയ്ത് തന്നിരിക്കുന്നത് കേട്ടോ. എല്ലാം നിങ്ങളൊന്ന് കണ്ടു നോക്കണേ. കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.